സുരേഷ് ഗോപി എനിക്ക് ഇഷ്ടമാണ്, നല്ല നടനെ. എം പി സ്ഥാനമൊന്നും അയക്കാൻ ആവശ്യമില്ലായിരുന്നു. അയാൾ നല്ല രാഷ്ട്രീയക്കാരനൊന്നും നല്ല, ഞാനായിട്ട് എനിക്ക് വ്യക്തിയോട് അടുപ്പമുള്ള മനുഷ്യനാണ് സുരേഷ് ഗോപി. അയാള് ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ച ഇവിടെ ഒരു മീറ്റിങ്ങിന് വന്നു. ഇവിടെ സിനിമാ നടൻ സുരേഷ് ഗോപി എന്ന ഇലുകളൊക്കെ ഞാൻ യോന്നൂർക്കാട് നമ്മുടെ ബേബി തിയേറ്റർ, ഇപ്പോഴത്തെ തിയേറ്റർ അല്ലെന്ന് പഴയ തിയേറ്റർ. അപ്പൊ ഞാൻ ഈ ചെറുക്കനെ വന്ന് ഇരിപ്പോ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പറഞ്ഞു 5 കൊല്ലത്തിനകം കേരളത്തിലെ ഏറ്റവും വലിയ സിനിമാ നടനാണ് ധൈര്യമായിട്ടിരുന്നോളാം. പുള്ളി എപ്പോഴും പറയും അന്ന് നാക്ക് വലിച്ചെന്ന്. പക്ഷെ അത്രയും വ്യക്തമായ ബന്ധം അങ്ങേരോട്ട് എനിക്കുണ്ട്. നല്ല ചെറുപ്പക്കാരൻ. പുള്ളി രാഷ്ട്രീയത്തിനൊന്നും വലിയ വേണ്ടെന്ന്, എന്തിനു രാഷ്ട്രീയം. പുള്ളി നല്ലൊരു നടനാണ്, കലാകാരനാണ്. എനിക്കതാ ഇഷ്ടം. സാറിന് പതുക്കെ പതുക്കെ സിനിമയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോ? ഇല്ലേ? എന്നാലും 3-4 സിനിമയിലൊക്കെ അഭിനയിച്ചല്ലേ. ഇനി നമ്മള് 4-15 തല കാണിച്ചിട്ട് ഇങ്ങനെ പൊന്നു മഴ ഈ വാഗമണ്ണ് ഈ ബീരുപടി ഇവിടെയൊക്കെ ഈ സിനിമാക്കാരുടെ ബഹളമാണ്. എല്ലാം ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം എല്ലാം ഇവിടെ അല്ലേ. ഇതൊക്കെ പൂഞ്ഞാറാ. അത് ഞാനിങ്ങനെ ഓരോ പരിപാടി പോകുമ്പം ഈ മരുപ്പുറത്തം വീഴും. അതിന് 1 മിനിറ്റ് ഒരു കൊടുത്തേക്ക് നമുക്ക് എന്നാ കേട്ടോ. അങ്ങനെ വരുന്നതാ. അങ്ങനെയാണ് ഞാൻ ആലോചിച്ചത്. ഇപ്പൊ അഭിനയിച്ച സിനിമയുടെ പേരെന്താ? സിനിമയുടെ പേരൊന്നും എനിക്കറിയില്ല, ഞാനങ്ങനെ അഭിനയിച്ചിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു സിനിമ മാത്രമേ നീളം കൂടുതൽ അഭിനയിച്ചിട്ട്, അത് അതിന്റെ പേര് ഞാൻ പറഞ്ഞെന്നെ നീളം കൂടുതലുണ്ട്, പക്ഷെ പേര് പറഞ്ഞു. കേക്കാറ് മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചത് എന്നായിട്ടാണ് അങ്ങനെയാണ്. ഈ വീട്ടില് 2 തോക്കുണ്ടെന്ന് ഞാൻ കേട്ടില്ല. ഇവിടെ വന്നിട്ട് ഞാൻ വന്നപ്പോ തൊട്ട് അവിടെ കുറെ മാരകായുധങ്ങളൊക്കെ ഇരിക്കുന്ന ഞാൻ കണ്ടു, പക്ഷെ തോക്ക് കണ്ടിട്ടില്ല. തോക്കിന് കുഴപ്പമുണ്ട്. എന്താ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തോക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനകത്ത് ഇരിക്കുവരുന്ന റൈഫിൾ അതിനകത്തിരുന്ന. അതാണ് അവിടെ ഒരു കുളത്ത് വെറുതെ തോക്കിരുന്ന മുകളിലും താഴെ കണ്ടില്ലേ? കുളത്ത് അവിടെ ഇട്ടിരുന്ന തോക്കെടുത്ത് ഡെപ്പോസിറ്റ് ചെയ്തു. ബെഡ്റൂമിലായിരുന്നു കേട്ടല്ലോ. ബെഡ്റൂം വേറെ ഉണ്ട്, അത് എയർ ഗണ്ണ്, പിന്നെ പിസ്റ്റൾ അല്ലേ ഉള്ളേ. എയർ ഗണ്ണും പിസ്റ്റളും ഉള്ളത് അല്ലേ? ഇതൊക്കെ എപ്പോഴെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ? എന്നാലും പ്രയോഗിക്കാൻ സാറിന് അറിയാവോ? അറിയത്തില്ല. വെറുതെ ഒരു ഗമയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരണം. ഞാൻ NCC ഉണ്ടായി, ഉദാഹരണം പറയാം. അത് കോളിയൻ ചോദിച്ചാൽ പറയും. ക്യാമ്പിൽ പങ്കെടുത്ത് വെടിവ് പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ സെറും മണി തോക്ക് ഉപയോഗിക്കുന്നു, നാടൻ തോക്ക് ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ഈ 12 ബോർ നേരത്തെ തന്നെ ഉപയോഗിക്കുന്നു. ഈ കടവാളിന്റെ വെടി എന്റെ ഒരു ഹോബിയായിരുന്നു. കടവാളി എന്തുമ്പോ എന്തുപേരും വവ്വാലിനെ തിന്നിട്ടുണ്ടെന്നറിയോ വെടിവെച്ച്. നല്ല ടേസ്റ്റാ അത്. നല്ല ആരോഗ്യത്തിനല്ല, അത് ഈ ആരോഗ്യം. അങ്ങനെയാണ് തോക്കിനോട് എനിക്കൊരു. അത് കഴിഞ്ഞ് ഈ കോടിയേരി ചെയർമാനായിട്ടൊരു കമ്മിറ്റി നിയമസഭയുടെ ഈ പോലീസ് അക്കാഡമി ഒറ്റ പഠിക്കാൻ വെച്ച കമ്മിറ്റി, അതിനകത്ത് ഞാനും ഉണ്ട്. ഞാൻ അങ്ങനെ പോയി IPS IS അക്കാദമി ഉണ്ടല്ലോ, വിജയവാഡയില്ല, എവിടെ മുസോറിലെങ്ങാണ്ട് അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിയുമ്പം ഇത് പഠിക്കാൻ ചെന്നപ്പോഴത്തേക്കിന് അവിടെ കമ്പിയൊക്കെ ഊർന്ന് ഇങ്ങനെ ആളുകൾ വരിക, പട്ടാളത്തിൽ. അത് ട്രെയിനിങ് ബെറിണ്ട് പോയാൽ നോക്കിയോ, ഇത് എങ്ങനെ വേണം ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ വരുന്നു. ഇത്ര ഈ ചെറുപ്പക്കാരാണ് വന്ന് ഇറങ്ങി സല്യൂട്ട് ചെയ്ത് നോക്കിയോ, 4 പെണ്ണുങ്ങളാണ്.